ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു 50 ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം പേജ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നേരെ പോകാൻ പോകുന്നത് നമ്മൾ പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പിനാണ്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൂന്നാല് പ്രൊഡക്ട്സ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാറ്റിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് 4-5 പ്രൊഡക്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയാണ്. അതായത് റീചാർജബിൾ ആയിട്ടുള്ള ഹോട്ട് കോംബ് ഹെയർ സ്ട്രെയിറ്റ്നറിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പാണ് ആദ്യം ചെയ്യാൻ പോകണം. അപ്പോൾ ആൾറെഡി ഞാൻ ഈ പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് പോവുക. അതിൽ നമ്മൾ തീം ഉണ്ടായിരിക്കും. തീം കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ തീം ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വരുന്ന ഭാഗത്ത് അപ്പോൾ അതിലെ ഹോം പേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ആ ഹോം പേജ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ചെല്ലേണ്ടത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. അപ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇങ്ങനെ ഇതിൽ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഈ ഒരു എയർ ഈസ് നേസൽ ഡിഫാൾട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടായിരുന്നു. ഡിഫാൾട്ട് പ്രൊഡക്റ്റിൽ ചെറിയൊരു ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഈസ് നേസൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ കഴിഞ്ഞ വർഷം വിന്നിംഗ് പ്രൊഡക്റ്റിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്തൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റേതാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള തീം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ആദ്യം മുതൽ ഈ ഡിഫാൾട്ട് തീം പ്രൊഡക്റ്റ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കേണ്ടി വരും. ആ ഒരു സാധനങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു തീമായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി സൂട്ടബിൾ. കാരണം ഞാൻ ആൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും. നമുക്കിതിൽ ഇമേജസും ടെക്സ്റ്റും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നേരെ ഞാൻ എന്ന് വെച്ചാൽ എയർ ഈസ് നേസൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ ഹോം പേജ് ക്ലിക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് പേജ് അതും അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഹെയർ കോംബ് ആണല്ലോ. അപ്പോൾ ഹെയർ കോമ്പിന് പേര് ഹോട്ട് കോംബ് ഹെയർ സ്ട്രൈറ്റ്നർ കോംബ് ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നെയിം ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഏത് പ്രൊഡക്റ്റ് പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ സാധനം സെറ്റപ്പ് ചെയ്യേണ്ടിയിരിക്കുമ്പോൾ എയർ ഈസ് നേസൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്തിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രകാരം ആകുമ്പോൾ നിങ്ങൾക്ക് ഡിഫാൾട്ട് പ്രൊഡക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പുതിയൊരു തീമായിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു തീം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പുറത്തെ വീണ്ടും ഒരു ടാബ് എടുക്കുക, ഷോപ്പിഫൈയിലേക്ക് പോവുക, അഡ്മിൻ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരിക. ആ പ്രൊഡക്ട്സിലാണ് നമ്മളിപ്പോൾ കുറേ ആഡ് ചെയ്തിട്ടുള്ള 4-5 പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നമ്മളിപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റ് എടുക്കുക. ആ പ്രൊഡക്റ്റിന് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ കണ്ടോ, തീം ടെംപ്ലേറ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. ആ തീം ടെംപ്ലേറ്റ് പോയിട്ട് അവിടെ ആ തീമിനെ അസൈൻ ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഹോം ഹെയർ സ്ട്രൈറ്റ് എന്നുള്ള തീമാണ്. അത് ആഡ് ചെയ്യുക, സേവ് അടിക്കുക. കുറച്ച് ലോഡാവാൻ ടൈം എടുക്കേണ്ട, നെറ്റ് കുറച്ച് സ്ലോ ആണ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അത് സേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ചാൽ നമ്മുടെ ഡിഫാൾട്ട് പ്രൊഡക്റ്റ് ആ തീം എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ വേറെ പോയിട്ട് വീണ്ടും അസൈൻ ചെയ്യേണ്ട ആവശ്യമാവില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഷോപ്പിഫൈൻ്റെ ആണോ നെറ്റിൻ്റെ ആണോ എന്ന് മനസ്സിലാവണില്ല. ഭയങ്കര ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. ഇത് വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ സാധനം എടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ തീം. നമ്മുടെ പ്രോഡക്റ്റ് പേജാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെ തീം എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും നന്നാവുക പറയാൻ കാരണം എന്ന് വെച്ചാൽ അതായത് നമുക്ക് ആൾറെഡി കണ്ടല്ലോ ഇവിടെ ഒരു പേര് കാര്യങ്ങൾ സെറ്റാണ്, അതിന് ഓരോ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ സെറ്റാണ്. ഇവിടെ ഒരു റിവ്യൂ ബേസ്ഡുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടോ ഓരോ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റും ഇമേജസും കൂടി ആഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനത്തെ തരത്തിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പേജിനെ കണ്ടോ റിവ്യൂ പേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, സജഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പേജ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ വെച്ചാൽ അത് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. മറ്റേത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായി മാറണമെങ്കിൽ മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു പേജ് ഇപ്പോൾ കുറേ കണ്ടൻറ്റ് വെറുതെ കിടക്കുന്നുണ്ട്. ഈ കണ്ടൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ടൻറ്റ് ജനറേറ്റ് ആക്കണം, നല്ല ഇമേജസ് കൊണ്ടുവരണം. അതേപോലെ നമ്മളിവിടെ കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇമേജസ് അല്ലെങ്കിൽ ജിഫുകൾ ആഡ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ആകുമ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇമേജസും കുറച്ച് അതിൻ്റെ ഓപ്പറേഷൻ കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോ ജിഫ്സ് ആ സാധനങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ക്യാൻവ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഞാനിത് എങ്ങനത്തെ ടൈപ്പ് ജിഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എക്സാമ്പിൾ കോപ്പി ഇന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റ് എടുത്ത് പ്രൊഡക്റ്റ് പേജിലേക്ക് പോകാം. ഈ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ പ്രൊഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് വേറെ ആൾക്കാർ പേജ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ആമസോണിലുണ്ടോ ഫ്ലിപ്കാർട്ടിലുണ്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അത് ഇതിനായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാനിതൊരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ കുറേ ഇമേജസ് നമുക്ക് വേണം. ഇതിലുള്ള ഇമേജസൊക്കെ ഒന്ന് ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ക്ലാരിറ്റി കൂടിയ ഇമേജസും അതേപോലെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ജിഫുകളോ അല്ലെങ്കിൽ വീഡിയോസോ നമുക്ക് കിട്ടിയ ഉപകാരമായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യണം. അതുപോലെ നമുക്ക് കണ്ടൻറ്റും കിട്ടണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് ഇട്ടിട്ടുള്ള ബാക്കിയുള്ള വെബ്സൈറ്റുകളൊക്കെ ഇവിടെ കാണിച്ചു തരും. ഇതിലുണ്ട് കുറേ വെബ്സൈറ്റ്. നമ്മൾ ഈ വ്യൂ 29 റിസൾട്ട്സ് എന്ന സാധനം എടുക്കുക.
ഇപ്പോൾ ആമസോണിൻ്റെ ഒരു സാധനം കാണുന്നുണ്ട്. അപ്പോൾ ആമസോൺ ഈ കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ വെച്ചിട്ട് അടുത്ത ടാബ് ക്ലിക്ക് കഴിഞ്ഞാൽ വേറെ ടാബിൽ ഇത് ഓപ്പൺ ആവും. അങ്ങനെ ഓരോ പേജസും ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ പേജസും ഓരോരോ ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ എടുത്ത ടീമിൽ ഓപ്പൺ ആക്കുക. അതേപോലെ തന്നെ ഇത് കസ്റ്റം ബിൽഡ് വെബ്സൈറ്റ് പോലെ തോന്നുന്നുണ്ട്, ഗ്ലാൻസ എന്ന് പറഞ്ഞിട്ട്. അതും നമുക്ക് വേറെ ടാബിൽ ഓപ്പൺ ആക്കാം. മെഹ്റ കളക്ഷൻ എന്ന് പറഞ്ഞ വേറെ വെബ്സൈറ്റ് ഉണ്ട്, അതും നമുക്ക് ഓപ്പൺ ചെയ്തേക്കാം. നമുക്ക് തോന്നണ ഇതൊക്കെ കണ്ടിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ പേജിൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഷോപ്പ് ക്ലൂസ് വേണ്ടില്ല, അത് അത്യാവശ്യം പ്രൈസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഹോൾസെയിൽ സെല്ലറാണ്. പ്രൈസ് അത്യാവശ്യം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നന്നായി വിൽക്കുന്നതാണ്. നമുക്ക് അപ്പുറത്തേക്ക് അടുത്ത ടാബിൽ നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഇത്ര മതി. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഇതേപോലെ റിസർച്ച് ചെയ്ത് കുറേ നല്ല ഇമേജ് കിട്ടണമല്ലോ. ഈ ഒരു പേജിൽ ഈ ഒരു ആമസോണിൻ്റെ പേജ് നിങ്ങൾക്ക് നന്നായിട്ട് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇമേജസ് നല്ല കംപ്രസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കണ്ടൻറ്റും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടുള്ള കണ്ടൻറ്റും വെച്ചിട്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമുള്ള കണ്ടൻറ്റ് സെറ്റാക്കാൻ പോകണം. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇമേജസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ അത്യാവശ്യം വേണ്ട ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്യും. ഈ ഒരു ഇമേജ് കൊള്ളാം, പക്ഷേ ഈ ഒരു സാധനം പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കത് ക്രോപ്പ് ചെയ്തെടുക്കാം. എന്തായാലും ഓപ്പൺ ഇമേജിന് ന്യൂ ടാബ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇമേജിൻ്റെ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യാം. അതേപോലെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് അടിപൊളിയായിട്ടുണ്ട്, അത് നമുക്ക് ഓപ്പൺ ഇമേജിൻ്റെ ന്യൂ ടാബ് ചെയ്യാം. ഇത് അതിൻ്റെ യൂസ് കേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്, നന്നായിട്ട്. പക്ഷേ ഇതിൽ എന്തോ ഒരു പ്രശ്നം, ഈ ഒരു കയ്യിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് വേണ്ട, ഇതെടുക്കാം. ഇത് നല്ലൊരു അതിൻ്റെ ഓരോ ടൂൾസിനെ കാണിക്കുന്ന തരത്തിലുള്ള ഇമേജ്, അതും ഓപ്പൺ ഇമേജിന് ന്യൂ ടാബ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആൾറെഡി ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓപ്പൺ ഇമേജിന് ന്യൂ ടാബ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാവരും മാക്സിമം ഇതിൽ ചെറിയ ചേഞ്ചസ് കൊടുത്താൽ കുറച്ചുകൂടി നന്നായി. ഞാൻ അപ്പോൾ ഇതിൽ ഇതേപോലെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യുന്നുള്ളൂ. കാരണം ഫുള്ളായിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഇതേ ഇമേജസ് എടുത്തിട്ട് എൻ്റെ രീതിയിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ തീമിൽ കളർ തീമിലേക്ക് മാറ്റുക ഞാൻ ചെയ്യുക. അത് നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു വെബ്സൈറ്റ് വേഗം സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഇനി ഇതെന്താ വെച്ചാൽ വേറെ ഫ്ലിപ്കാർട്ടിൽ പോയിക്കുക. ഫ്ലിപ്കാർട്ടിൽ നല്ല ഇമേജസ് ഉണ്ട് നോക്കുക. ഇതിലും അതേ ടൈപ്പ് ഇമേജ്. ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇമേജിന് ന്യൂ ടാബ് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ട് ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ കണ്ടോ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ലിങ്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇമേജിൻ്റെ ലിങ്ക് ഇവിടെ കിട്ടും. അതിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജ് വേറെ ടാബിൽ ഓപ്പൺ ആകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇമേജസ് ഓരോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യണം. പക്ഷേ ഇതിനനുസരിച്ച് ഇതേ സാധനം തന്നെ കോപ്പി ചെയ്ത് നിങ്ങൾ എടുക്കരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഇതൊക്കെ അടിപൊളി ഇമേജസ് ആണ്. ഇതും നമുക്ക് നോക്കി നോക്കാം. ഗ്ലാൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇവരായിട്ട് സെറ്റപ്പ് ചെയ്തൊരു പേജ് പോലെ തോന്നുന്നുണ്ട്. ഈ ഇമേജ് ഇവിടെ കാണാം കേട്ടോ. ഈ ഇമേജ് എടുക്കുക, അതും അടുത്ത ടാബിൽ ഓപ്പൺ ആവും. പക്ഷേ ഇതൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. നമുക്ക് കിടക്കാം, ആവശ്യം വരുമോ നോക്കാം നമുക്ക്. ഈ ഇമേജ് വേണ്ട. ഈ ഇമേജും വലിയ സുഖമില്ല, ഇതും വലിയ സുഖമില്ല. അപ്പം ബാക്കിയുള്ള ഇനി വല്ല ജിഫ് ഇതിൽ അവൈലബിൾ. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജിഫ് കണ്ടോ, നല്ല അടിപൊളി ജിഫ് അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് ഓപ്പൺ ഇമേജിൻ്റെ ന്യൂ ടാബ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് കണ്ടോ. അടുത്ത ജിഫ് കണ്ടോ, അതും ഓപ്പൺ ഇമേജിൻ്റെ ന്യൂ ടാബ് ചെയ്യുക. ഇതൊന്നും നമുക്ക് വേണ്ട. ഇവിടെ അടുത്ത ജിഫ്. ഈ ജിഫ് നമുക്ക് നല്ല ആൾക്കാരെ ആകർഷിക്കുന്ന ടൈപ്പുള്ള സാധനങ്ങളാണ്. ഈ സാധനമൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഇമേജ്. ഈ ഇമേജ് ഞാൻ എടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഇമേജ്. ഇത് കുറച്ചും കൂടി ഇതൊക്കെ കൊള്ളാട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ ഈ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കാര്യങ്ങളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്നും ഇമേജസ് കിട്ടി. ഇനി അടുത്ത വെബ്സൈറ്റ് പോയി നോക്കാം. ഇങ്ങനെ ഓരോ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കണം. കാരണം ഇതിൽ വലിയ നല്ല ഇമേജസ് ഇല്ല തോന്നുന്നു. ഇതൊന്നും വേണ്ട. ഇത് നമുക്ക് ഓവർ ടെക്സ്റ്റ് കാര്യങ്ങളുള്ള ഇമേജസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ സ്പെസിഫിക്കേഷൻ അങ്ങനെയുള്ള ഇമേജസ് ഒക്കെ വന്നാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അങ്ങനത്തെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ടെക്സ്റ്റ് വരുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ വായിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇത് വേണ്ട. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ല. ഇനി ഈ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ വ്യത്യസ്തമായ ഏതെങ്കിലും ഇമേജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെയും വലിയ വ്യത്യസ്തമായിട്ടൊരു ഇമേജൊന്നും കാണാനില്ല. അടുത്ത വെബ്സൈറ്റിൽ പോയി വെക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ ഇല്ല. എനിക്ക് വലുതായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഇമേജ്, വ്യത്യാസമായിട്ടുള്ളൊരു ഇമേജും കാണാനില്ല. ഇതും പോരാ. ഇന്ത്യ ബസാറിലെ പ്രൊഡക്റ്റ് കാണാനുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഇമേജസ് കിട്ടിയിരുന്നു. ഇനി ഇപ്പോൾ ഇമേജസ് മൊത്തം നമുക്കൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ പോകണം. ഓരോന്നായിട്ട് എല്ലാം പേരുകൾ വെച്ച് സേവ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഒരു ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ട് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കി മറന്നുപോയി.
ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞൊരു ടാബ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ എന്താ പറയുക, അത് പുറത്തേക്ക് ഇടണം, സോറി മാറിപ്പോയതാണ്. ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലൊരു പേര് കൊടുക്കുക. ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഹെയർ സ്ട്രൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡറിൽ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങൾ ഓരോ ഇതിന് പേരെടുക്കാം. 1 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേജ് കൊടുക്കുക. ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അടുത്ത കൊടുക്കുക. 2 ക്ലോസ് ചെയ്യുക. സേവ് അടിക്കുക. 3 ക്ലോസ് ചെയ്യുക. അടുത്തെടുക്കുക. അങ്ങനെ എല്ലാ ഇമേജസും ഞാനിപ്പോൾ ഓരോന്നായിട്ട് സേവ് ചെയ്യാൻ പോകണം. കാരണം ഇത് ഏത് ഇമേജ് നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഇപ്പോഴത്തേക്ക് സേവ് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കണതിൻ്റെ ഒരു കേസ് ഉള്ളത് കൊണ്ടും വേഗം നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ളത് കൊണ്ടും ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ വേഗം ഈ ഒരു ഇമേജസ് വെച്ചിട്ട് തന്നെ ആ പേജ് സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ജിഫൊക്കെ മസ്റ്റാണ്. ജിഫൊക്കെ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അത് ജിഫാക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൂൾസൊക്കെ വെച്ചിട്ട് ജിഫാക്കാൻ മാക്സിമം നോക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടിയും കണക്ഷൻസ് കിട്ടും. കസ്റ്റമറായിട്ടൊരു കണക്ഷൻ കിട്ടും. ആ കണക്ഷൻ കിട്ടിയാൽ തന്നെ സെയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടും. അതാണ് ഞാൻ പറയണത്. മാക്സിമം ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഡൗൺലോഡ് എടുക്കുക. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ മിക്കവാറും ഫ്രണ്ട് പേജിലിടും. സാധനം ഭയങ്കര ഇഷ്ടപ്പെടും. മറ്റേതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചില സമയങ്ങൾ ഇത് കുറേ ഓരോരോ വെബ്സൈറ്റായിട്ട് റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ സാധനം കിട്ടും. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആ ഇമേജസ് റെഡി. ഇനി നമുക്ക് വേണം എന്താ, ക്യാപ്ഷൻസ് ആണ്. ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജിക്കുള്ള കണ്ടന്റ് മൊത്തം നമ്മൾ സെറ്റ് ആക്കണ്ടേ, പ്രൊഡക്റ്റ് പേജ്. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്ന പോലെ തന്നെ ChatGPTക്ക് പോവാം. ChatGPT നമ്മൾ സെറ്റപ്പ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ChatGPTക്ക് തന്നെ നമ്മൾ പോയിട്ട് പഴയ പോലെ തന്നെ സെറ്റപ്പ് ചെയ്യാൻ പോണേ. ഇപ്രാവശ്യം നമ്മൾ ചോദിക്കാൻ പോകണം, ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഒരു വെയിറ്റ്. നമ്മളിപ്പോൾ ChatGPT ഓപ്പൺ ആക്കി. ഇനി എനിക്ക് ഈ വെബ്സൈറ്റിലേക്കുള്ള സാധനം സെറ്റപ്പ്. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു പ്രോംപ്റ്റ് ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ്. എക്സ്പേർട്ട് ആക്ട് ആസ് എ ഷോപ്പിഫൈ എക്സ്പേർട്ട് പ്ലസ് കണ്ടന്റ് ക്രിയേറ്റർ ഫോർ വെബ്സൈറ്റ്, ഫോർ ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റിന് വേണ്ടി വേഗം ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിരിക്കും. നമ്മുടെ വി പ്ലാനിങ് അവർ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് നെയിം ഈസ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതേ. അവർ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് നെയിം ഈസ് ഷോപ്പ് ഫോർ ലൈഫ്. സോ I will paste some content for each product we selling in website. You have to create website content and with that also including emojis. ഇനി ഇതിലൊരു കാര്യം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോറിൽ തീം സെറ്റപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഇതിൽ മെയിനായിട്ട് നമുക്കിവിടെ 3 ഷോർട്ടായിട്ടുള്ള ഹൈലൈറ്റ് ടെക്സ്റ്റ് വേണം. 3 ഷോർട്ടായിട്ടുള്ള മെയിൻ ടെക്സ്റ്റ് വേണം. അതേപോലെ തന്നെ ഒരു പ്രൈമറി ഹെഡ് വേണം. അതേപോലെ ഒരു എന്താ പറയുക, അടുത്ത എന്താ പറയുക ബെനിഫിറ്റ്സിൽ. അപ്പോൾ 3 ഷോർട്ട് ബെനിഫിറ്റ്സ്, ഒരു പ്രൈമറി ഹെഡിങ് വിത്ത് ബെനിഫിറ്റ് ആൻഡ് കണക്റ്റിംഗ് നമ്മുടെ വെബ്സൈറ്റ്. പിന്നെ അങ്ങനെ കണക്ട് കൊടുക്കാൻ പോകണം കേട്ടോ. എനിക്ക് അങ്ങനത്തെ കണ്ടൻസ് വേണം. അതായത് ദ ഫോർമാറ്റ് ഷുഡ് ബി 3 short benefits of that product. 1 main hero section എന്നാണ് പറയുക കേട്ടോ. ഹീറോ സെക്ഷൻ with product
വിത്ത് ക്യാപ്ഷൻ കണക്റ്റിംഗ് നമ്മുടെ പ്രൊഡക്റ്റിനെയും വെബ്സൈറ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ളൊരു ക്യാപ്ഷനാണ് വേണ്ടത്. കണക്റ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് ക്യാപ്ഷൻ. ഒരു കാര്യം കൂടി നമ്മൾ മറന്നു. ദ ഫോർമാറ്റ് ഷുഡ് ബി ഫസ്റ്റ് എ ഗുഡ് ഷോർട്ട് പ്രൊഡക്റ്റ് നെയിം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നെയിമും ഒന്ന് വ്യത്യാസമാക്കണം. അപ്പോൾ ഗുഡ് പ്രൊഡക്റ്റ് ഷോർട്ട് നെയിം ആയിട്ടുള്ളൊരു സാധനം ആദ്യം വേണം. പിന്നെ 3 ഷോർട്ട് ബെനിഫിറ്റ്സ് ഞാൻ അവിടെ സൈഡിൽ കാണിച്ച പോലെ, അതായത് ഇവിടെ കാണിച്ചത് പോലെ ഈ ഒരു 3 ഷോർട്ട് ബെനിഫിറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. പിന്നെ നമുക്ക് വേണ്ട ഹീറോ സെക്ഷന് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ അതുണ്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറ്റുക. അപ്പോൾ മെയിൻ ഹീറോ സെക്ഷൻ വിത്ത് ഒരു ടൈറ്റിൽ ആൻഡ് എ ക്യാപ്ഷൻ കണക്റ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് വെബ്സൈറ്റ്. പിന്നെ അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ബെനിഫിറ്റ് 1, പിന്നെ 3 ഫീച്ചേഴ്സ്, മെയിൻ ബെനിഫിറ്റ് 2 ഓക്കെ. പിന്നെ ഫീച്ചേഴ്സ്, ഒരു ഫീച്ചർ 1, 2, 3, 4, 5 ഫീച്ചേഴ്സും കൂടി കാണിക്കണം. പിന്നെ ദെൻ 5 ഫീച്ചേഴ്സ് വിത്ത് ക്യാപ്ഷൻ, വിത്ത് ഷോർട്ട് ക്യാപ്ഷൻ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഷോർട്ട് ക്യാപ്ഷൻ അല്ല, ക്യാപ്ഷൻ മതിയാവും. ക്യാപ്ഷൻ നമുക്ക് മതി, ഷോർട്ട് ക്യാപ്ഷൻ. അത് കഴിഞ്ഞാൽ അടുത്ത വേണ്ടത് നമുക്ക് വെച്ചാൽ ഓരോ യൂസ് കേസസ്. ഇത് ആർക്കൊക്കെ യൂസ് കേസസ് വെച്ചിട്ട് 2 യൂസ് കേസസ് നമുക്ക് വേണം. 2 റിയൽ ലൈഫ് യൂസ് കേസസ്. അപ്പോൾ ആ യൂസ് കേസസും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് ഈ ഒരു സെക്ഷൻ പറഞ്ഞാൽ റിവ്യൂ സെക്ഷനാണ്. അത് നമുക്ക് ബാക്കി ആ റിവ്യൂ സെക്ഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വേണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 മെയിൻ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ. ഈ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കൊടുക്കണം ആ 3 പ്രൊഡക്റ്റിൻ്റെയും മെയിൻ ബെനിഫിറ്റ്സ്. ആദ്യം വരുന്ന മെയിൻ ടൈറ്റിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഷോർട്ടായിട്ടുള്ള ഒരു നല്ലൊരു ടൈറ്റിൽ ഉണ്ടാക്കണം. അതേപോലെ തന്നെ 3 ബെനിഫിറ്റ്സ് കാണിക്കുന്ന തരത്തിലൊന്ന് വേണം. അത് കഴിഞ്ഞ് ഒരു ഹീറോ സെക്ഷൻ എന്ന് പറയും. ഹീറോ സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന സാധനമായിരിക്കും. അപ്പോൾ ഈ സെക്ഷൻ എന്തായിരിക്കണത്, ആ പ്രൊഡക്റ്റിനെയും നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്യാപ്ഷനും ടൈറ്റിലും ആയിരിക്കണം വേണ്ടത്. പിന്നെ വരേണ്ടത് 5 ഫീച്ചേഴ്സ്. ഈ ഫീച്ചർ 1 ഫീച്ചറിൻ്റെ ക്യാപ്ഷൻ, 1ൻ്റെ ക്യാപ്ഷൻ, ഫീച്ചർ 2 ഫീച്ചർ 2ൻ്റെ ക്യാപ്ഷൻ, ഫീച്ചർ 3 ഫീച്ചർ 3ൻ്റെ ക്യാപ്ഷൻ, ഫീച്ചർ 4 ഫീച്ചർ 4ൻ്റെ ക്യാപ്ഷൻ, ഫീച്ചർ 5 ഫീച്ചർ 5ൻ്റെ ക്യാപ്ഷൻ. അതിൻ്റെ കൂടെ ഇമേജസ് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ യൂസ് കേസസ്, അതായത് റിയൽ ലൈഫിലെ യൂസ് കേസസ് വെച്ചിട്ടുള്ള ഒരു ക്യാപ്ഷനും ടൈറ്റിലും. 2 റിയൽ ലൈഫ് യൂസ് കേസസ് വിത്ത് ടൈറ്റിൽ ആൻഡ് ക്യാപ്ഷൻ. ഈ ഒരു ഫോർമാറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താലും അവർ ആ ഫോർമാറ്റിൽ സെറ്റപ്പ് ചെയ്ത് തരും. അതാണ് ChatGPT. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടാണ്. ഇനി പ്രോംപ്റ്റ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ഇത് ഏകദേശം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ ഒരു മൈൻഡ് വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ഐഡിയസിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആമസോണിൻ്റെ സാധനം വേണമെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്ന സാധനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ആദ്യം അവിടെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് പറയുന്നത് റീചാർജബിൾ വയർലെസ്. ഈ സാധനങ്ങൾ മൊത്തം റീചാർജബിൾ വയർലെസ് ഹെയർ സ്ട്രെയിറ്റ്നർ കോംബ് ബ്രഷ്. ഇപ്പോൾ ബ്രഷ് ഈ സാധനം മാത്രമായിട്ട് ടൈറ്റിലായിട്ട് ഈ ChatGPT കൊണ്ടുപോയിട്ട് ഇടാൻ പോകാം നമ്മൾ. അപ്പോൾ ഫസ്റ്റ് അതിടുക. എന്നിട്ട് നമ്മൾ അടുത്ത ടാബിലേക്ക് വന്നിട്ട് അതാണ് അതിൻ്റെ മെയിൻ പേര്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വേണ്ട. എബൌട്ട് ദി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളോട് ആമസോണിൽ സാധനം ഉണ്ടെങ്കിൽ ഈ സാധനങ്ങൾ മൊത്തം പക്കയായിട്ട് കിട്ടും. ഈ സാധനം എടുക്കുക, കോപ്പി എടുക്കുക, ഇത് നമ്മുടേതായ രീതിയിലാണ് ഇനി മാറ്റാൻ പോകണം കേട്ടോ. അവർ ഈ സാധനം ഇതിലാണ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ എബൌട്ട് മെയിൻ സെക്ഷൻ കിട്ടി, അതിൻ്റെ എബൌട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടി. ഇത് ജസ്റ്റ് ഇത് എൻ്റർ അടിച്ച് നോക്കിയിട്ട് ChatGPT ചെയ്യണം കണ്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള തരത്തിൽ ഇമോജിയൊക്കെ ആഡ് ചെയ്തിട്ട് പക്കയാക്കിയിട്ട് തരുന്നതായിക്കോ കണ്ടോ. റീചാർജബിൾ വയർലെസ് ഹെയർ സ്ട്രൈറ്റ്നർ കോംബ്. ഇതിൻ്റെ പേര് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. കാരണം അതൊരു സുഖമില്ലാത്തൊരു കാര്യമാണ്. നല്ല ഷോർട്ടായിട്ടുള്ള കണ്ടോ. 3 ബെനിഫിറ്റ് കണ്ടോ. കോർഡ്ലെസ് ആൻഡ് റീചാർജബിൾ, ഹെയർ ഫ്രണ്ട്ലി, സെറാമിക് കോട്ടിങ്, അൾട്രാ പോർട്ടബിൾസ്. ഈ 3 ക്യാപ്ഷൻ നമുക്ക് മുമ്പില്ല. ഹീറോ സെക്ഷൻ കണ്ടോ. സ്റ്റൈൽ ഓൺ ദ ഗോ എനി ടൈം. ഷോപ്പ് ഫോർ ലൈഫ് വി ബ്രിങ് സലൂൺ റിസൾട്ട്സ് കണ്ടോ. ഷോപ്പ് ഫോർ ലൈഫിനെയും പ്രൊഡക്റ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ളൊരു ഹീറോ സെക്ഷൻ വന്നു. പിന്നെ ഉള്ളത് ഫീച്ചേഴ്സ് കണ്ടോ. 5 ഫീച്ചേഴ്സ്. ഈ സാധനം പക്ഷേ ഇതിൽ ഷോർട്ടായിരിക്കും, പക്ഷേ അതിൽ ഞാൻ വരുത്തുമ്പോൾ എങ്ങനെ ലോങ് ആക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ റിയൽ ലൈഫ് കണ്ടോ. ബീച്ച് ടു ഡൈനർ റെഡി, കമ്മ്യൂട്ട് ടച്ചപ്പ് റെഡി. നമുക്കുള്ള ആവശ്യം സാധനം അതായത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ പോണേ. മേക്ക് മെയിൻ പ്രൊഡക്റ്റ് നെയിം യുണീക്ക് ആൻഡ് ഷോർട്ട് വിത്ത് യുണീക്ക് നെയിം ആൻഡ് എക്സലൻറ്റ് നെയിം പ്രൊഡക്റ്റ് നെയിം യൂണിക് ആൻഡ് ഷോർട്ട്. അത്ര മതി. ജസ്റ്റ് യുണീക്ക് ആൻഡ് ഷോർട്ട്.
അപ്പോൾ ആ പ്രോഡക്റ്റ് നെയിം യൂണീക്ക് ആയിട്ടുള്ളൊരു വേർഷൻ കൂടി നമുക്ക് കിട്ടും. കണ്ടോ, ഗ്ലാം ഫ്ലെക്സ്. കണ്ടോ, അടിപൊളി സാധനം കിട്ടിയ ഗ്ലാം ഫ്ലെക്സ് എന്നൊരു പേരും കിട്ടി. കോർഡ്ലെസ് ഹെയർ സ്റ്റൈൽ, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണ പേര്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാൻ നേരെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ സാധനം നേരെ കോപ്പി ചെയ്യുക, നമ്മുടെ സ്റ്റോറിക്ക് വരിക. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് ആദ്യം നിങ്ങൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇമേജസും റെഡിയാണ്, പ്രോഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഷോപ്പിഫൈൻ്റെ മെയിൻ പേജിലേക്ക് വരിക, എന്നിട്ട് പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സില്ലേ, ആ പ്രോഡക്ട്സിലെ ആ സാധനം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷനിൽ കുറേ ഇമേജസ്, ആവശ്യമില്ലാത്ത ഇമേജസ്, ഇതൊന്നും ആവശ്യമുള്ള ഇമേജസ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അതൊന്നും അവിടെ ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടത് ഈ ഇമേജസ് നോക്കുക. ഈ ഇമേജസ് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജസ് അവിടെ തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇതിൽ എനിക്ക് ഈ ഫസ്റ്റ് ഇമേജ് ഒഴിച്ച് ബാക്കി എല്ലാ ഇമേജും ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇമേജ് മാത്രം അവിടെ കടന്നോട്ടെ, അത് നല്ലൊരു ഇമേജാണ്. ഇത് റിമൂവ് അടിക്കുക. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് ഇനി പ്രൊഡക്റ്റ് പേജിൻ്റെ മെയിൻ സെറ്റപ്പ് കേട്ടോ. ആഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് വെച്ച ഇമേജസ് ഉണ്ട്. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൗൺലോഡ് ഉണ്ട്, ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഫസ്റ്റ് ഇടാൻ പോകണം. ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ സാധനം തന്നെ, ആ പെൺകുട്ടി കോമ്പ് മുടി ചെയ്യുന്ന സീനില്ലേ, ഒരു മാക്സിമം പോയാൽ 4-5 ഇമേജസ് ഇട്ടാൽ മതി. ഇപ്പോൾ 2 ആയില്ലേ, 2 ആയി. ഒന്നും കൂടി നമുക്ക് അടുത്ത് ആഡ് ചെയ്യാം. അടുത്ത് പറയുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ഇമേജ് പറയുന്നത് ഇതാണ്. പിന്നെ 2 ഇത് വേണ്ട, 2 വീണ്ടും റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടൊരു സാധനമുണ്ട്. 3 4 ഇമേജസ് നമ്മൾ ആഡ് ചെയ്യാൻ പോട്ടോ. 1 2 5 ഇമേജസ് മറ്റേ കൂട്ടിയിട്ട് 5 ഇമേജസ് നമ്മൾ മാക്സിമം അല്ല, 4-5 മാക്സിമം മതി. അതിൻ്റെ അപ്പുറം ഇമേജസ് വരുന്നതല്ല സ്വൈപ്പിൽ. കണ്ടോ, ഇത്രയും ഇമേജ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ചില ഇമേജ് ഇതൊക്കെ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഫസ്റ്റ് വരണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 3-4 കണ്ടോ, ഇവിടെ ഒരു ഈ എൻ്റെ ഏറ്റവും റൈറ്റ് ആൻഡ് ടോപ്പ് എൻഡിക്ക് പോകുമ്പോൾ ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ വരാം. ആ ഹാൻഡ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മുമ്പിക്കും ബാക്കിക്കും ഫ്രണ്ടിക്കും ഓർഡർ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം കേസിൽ ഇതിൻ്റെ ഓർഡർ കറക്റ്റാണ്. ഈ ഒരു സാധനം മുമ്പിക്ക് വന്നിട്ട് ഇത് ലാസ്റ്റ് വന്നാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ തരത്തിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, അല്ലാത്ത തരത്തിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾറെഡി ഒരു കാറ്റഗറൈസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് കാറ്റഗറൈസ് ആയി. പ്രൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതൊക്കെ അതൊന്നും നമ്മൾ ചെയ്യണ്ടാവില്ല, മറ്റിടത്ത് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയാണ് നിങ്ങൾ മറ്റേ പേര്, ഇപ്പോൾ ഇതൊന്ന് കോപ്പി നമ്മൾ എന്താ പറയുക, ചാറ്റ് GPT ഒരു പേര് സെലക്ട് ചെയ്തില്ല, ആ പേര് ഇവിടെ കൊണ്ടുവരിക. ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ വന്നിട്ട് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ആ പേരുണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കാം. അപ്പോൾ ഗ്ലാം ഫ്ലെക്സ് കോർഡ്ലെസ് ഹെയർ സ്റ്റൈൽ. ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പേരും മാറി, പ്രൊഡക്റ്റിൻ്റെ ഇമേജസും സെറ്റായി. വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, ഇതേ സാധനം കോപ്പി ചെയ്യാം. ഗ്ലാം ഫ്ലെക്സ് കോർഡ്ലെസ് ഹെയർ സ്റ്റൈൽ കോപ്പി ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഇവിടെ ഏറ്റവും അടിയിലേക്ക് വന്ന അവിടെ ഒരു ലിങ്കിൻ്റെ സാധനം കാണാം. ആ സാധനത്തിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് എന്തിനാ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക എന്താ പറയുക റോപ്പോസ ക്ലൗഡിൽ നിന്ന് കറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണല്ലോ അതിലുണ്ടാവുക. അപ്പോൾ ആ റോപ്പോസ ക്ലൗഡിൻ്റെ നെയിം ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പേരിൻ്റെ ലിങ്ക്. ആ പേരിൻ്റെ ലിങ്ക് നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ പേരിലേക്കുള്ള ലിങ്ക് ആക്കാൻ പോവാണ്. ഗ്ലാം ഫ്ലെക്സ്. അപ്പോൾ 6 കൂടി ഇരിക്കും, ഗ്ലാം ഫ്ലെക്സ് കോർഡ്ലെസ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ പേരിക്ക്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ URL പറഞ്ഞ സാധനം എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റ് shop4live.com/products/glamflex അങ്ങനെ ആയിട്ട് പേര് മാറും. അതും കൂടി നിങ്ങൾ ചെയ്തിട്ട് സേവ് അടിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള പണി കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. വരിക, ഇതിൻ്റെ ഇമേജ് ഡിസ്ക്രിപ്ഷൻസ് മൊത്തം കളയുക, ഇമേജസ് മൊത്തം കളയുക. കാരണം ഈ ഒരു തീം ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ ഈ കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ മറ്റേ വേറെ തീം ഉപയോഗിക്കണമെങ്കിൽ അതൊക്കെ ഇടേണ്ടി വരും. ഈ ഒരു തീം അങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനാണ് നമ്മൾ മറ്റടുത്ത് ഭാഗ്യ ഹീറോ സെക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻസ് മൊത്തം ഒഴിവാക്കുക. ഇമേജസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4-5 നാളുകൾ ഡൗൺലോഡ് വെച്ച സാധനങ്ങൾ നല്ല സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാറ്റഗറി ഏതെങ്കിലും കൊടുക്കുക. പിന്നെ നേരെ താഴ്ത്തി മുകളിൽ പേര് കൊടുത്തിട്ടുണ്ടാവില്ല, ആ പേര് കോപ്പി ചെയ്ത് നേരെ താഴ്ത്തുന്ന ലിങ്കിൽ പോയിട്ട് ആ ലിങ്കിൻ്റെ ആ പേര് വരുന്ന ഭാഗം മാത്രം മാറ്റിയിട്ട് അവിടെ നമ്മുടെ പേര് കൊടുക്കുക, എന്നിട്ട് സേവ് അടിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും തീമിക്ക് വരിക. തീമിക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ കാണാം, നമ്മളവിടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേരും മാറും. ഇനി മാറിയിട്ടില്ലെങ്കിൽ അതിനെ കണ്ടോ, അവിടെ കണ്ടോ പേര് മാറിയത് കണ്ടോ, ഇമേജസും മാറി കണ്ടോ. ഇമേജസ് ഇപ്പോൾ നമ്മൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജസ് തന്നെ കറക്റ്റായിക്ക് വന്നു കണ്ടോ, ഇത്ര ഭംഗിയായിട്ട് വന്നു നോക്കിപ്പോൾ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോണ ഇതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻസ് ടാബിൽ വന്നു. ഇവിടെ നമ്മൾ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2, ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ 3 ടെക്സ്റ്റൻസ് ആണ്. ഈ 4ാമത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ കൂടി ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ തന്നത്. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ്. വേണ്ട എന്നുള്ള തരത്തില്ല, 3 മതി. കാരണം എത്രയോ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈ നൗ ബട്ടൺ താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെബ്സൈറ്റ് വരുന്ന ആൾക്ക് ബൈ നൗ ബട്ടൺ ആദ്യം കാണില്ല. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ഹൈഡ് വെച്ചത്. അപ്പോൾ ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2 ഇല്ല, ഈ ടെക്സ്റ്റ് 1 ക്ലിക്ക് ചെയ്യുക. ബാക്കി ഒന്നിലും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട.
ടെക്സ്റ്റ് വണ്ണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചാറ്റ് GPT തിരിച്ചു പോവുക. അതിൽ ഫസ്റ്റ് ബെനിഫിറ്റ് ഇല്ലേ, ആ ഇമോജി അടക്കണ് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യുക, ഇപ്പുറത്ത് വരിക, പേസ്റ്റ് ചെയ്യുക. എടാ കോഡ്ലെസ് റീചാർജബിൾ സ്റ്റൈൽ വിത്തൗട്ട് ലിമിറ്റ്സ്, നോ പ്ലഗ് നീഡഡ്, സേവ് അടിക്കുക. ഇതേപോലെ ബാക്കി 2 ടെക്സ്റ്റും കൂടി ചെയ്യുക. ഞാനും അതിനെ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടെക്സ്റ്റ് കോപ്പി ചെയ്യണു, വെബ്സൈറ്റിലേക്ക് വരുന്നു, പേസ്റ്റ് ചെയ്യണു, സേവ് അടിക്കണം. ഇമോജി അടക്കം കൂട്ടിയിട്ട് കൊണ്ടുവരണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഒരു വെബ്സൈറ്റിന് ഒരു ഭംഗിയുണ്ട്. മൂന്നാമത്തെ സെക്ഷൻ സെലക്ട് ചെയ്യണു, മൂന്നാമത്തെ ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യണു, കൊണ്ടുവരണു, വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യണു, സേവ് അടിക്കണം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ റെഡിയായി. ആഴ്ചക്ക് പ്രൊഡക്റ്റിൻ്റെ പേജ് വന്നു കഴിഞ്ഞാൽ കാണുന്ന പേര് റെഡിയായി, 5 ഇമേജസ് റെഡിയായി. ഇവിടെ ഈ സാധനം കാണിച്ചാൽ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. എത്ര പേര് ഇത്ര വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ കാണിച്ചാൽ ഒരു 5000+ ആൾക്കാർ വോട്ട് ചെയ്തു എന്നിട്ട് സേവ് അടിക്കാം. അത് മാറ്റാമല്ലോ. ഈ പ്രൈസിൻ്റെ ഭാഗങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അത് മറ്റേ ഏത് പ്രൈസാണ് ആ പ്രൈസാണ്. ഈ ഭാഗങ്ങൾക്ക് മാറ്റാം, ഈ ഭാഗങ്ങൾക്ക് മാറ്റാനില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ വെറുതെ ആഡ് ചെയ്താണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗൂഗിൾ റിവ്യൂ ടീം സാധനങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. അപ്പോൾ ആൾക്കൊരു ട്രസ്റ്റ് ബാഡ്ജാണ്. ആൾക്കാർ കാണുമ്പോൾ ഇത്ര പേർക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാണെന്ന് തോന്നി, പക്ഷേ ഇത് ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടും പോവില്ല. അത് ഞാനൊരു കോഡ് ആഡ് ചെയ്ത് വെച്ചതാണ്. ആ കോഡ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഒഴിവാക്കാൻ വേണമെങ്കിൽ, പക്ഷേ നല്ലതാണ് ഒരു കണക്കിൽ. എന്താ പറയുക, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, ഒരു കസ്റ്റമറിന് വെബ്സൈറ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റിനോട് ട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമ്മൾ അടുത്ത ഹീറോ സെക്ഷനിലേക്ക് വേണം. ഹീറോ സെക്ഷനിലേക്കാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത്. ഹീറോ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത അങ്ങനെ സ്റ്റൈൽ ഓൺ ദ ഗോ എനി ടൈം എന്നുള്ള ക്യാൻ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബാക്കിലേക്ക് വരിക, ഈ സബ് ക്യാപ്ഷനില്ലേ, ഈ സബ് ക്യാപ്ഷനിൽ വരിക, വീണ്ടും നമ്മൾ കോപ്പി ചെയ്ത ഈ ഒരു സാധനം ഉണ്ട്, ഈ സാധനം കോപ്പി ചെയ്യുക, ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇത് നോക്കുമ്പോൾ കണ്ടോ ഭയങ്കര ചെറുതായിപ്പോയി. നമുക്ക് നേരത്തെ കണ്ടപ്പോൾ ഭയങ്കര വലുപ്പമുള്ള ഒരു ക്യാമറ. അപ്പോൾ അത്ര വെബ്സൈറ്റ് നല്ല നീളം, എത്രത്തോളം സ്വൈപ്പ് ചെയ്യാന്നുള്ളൂ, അത്രത്തോളം കണ്ടന്റ് ഉണ്ടോ അത്രത്തോളം ആൾക്കാർക്ക് ആ പേജിനോട് ട്രസ്റ്റ് വരും. അപ്പോൾ ഇത് കണ്ടന്റ് കുറച്ചായതുകൊണ്ട് വേഗം ഇടുങ്ങിയ പോലെയില്ലേ. അപ്പോൾ ഈ കണ്ടന്റ് കൂട്ടണ ഒരു മെത്തേഡ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല, അതെങ്ങനെ കാണിച്ചു തരാം. ഈ സാധനം നേരെ എടുത്തിട്ട് നേരെ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ആ സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എക്സ്റ്റെൻഡ് പറഞ്ഞാൽ നീട്ടാൻ, റീഫ്രേസ് പറഞ്ഞാൽ ഇതേ സാധനത്തിൻ്റെ വേറൊരു വേർഡിൽ എഴുതാൻ പറ്റുക. എക്സ്റ്റെൻഡ് പറഞ്ഞാൽ നീളം കൂട്ടാൻ, സിംപ്ലിഫൈ പറഞ്ഞാൽ നീളം കുറയ്ക്കാൻ. അപ്പോൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആവശ്യം. എക്സ്റ്റെൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഒന്നുകൂടി പോയി, അത് നമുക്ക് മിസ്സായി, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്താൽ ഇതേ ടെക്സ്റ്റ് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് സെറ്റപ്പ് ആക്കി തരും കണ്ടോ. അപ്പം ഞാനില്ലേ കുറച്ചും കൂടി ഇത് കണ്ടോ ലെങ്ത്ത് കൂടിയില്ലേ, ആ സാധനം കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാൻ വേണമെച്ചാൽ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് കൂട്ടിയാൽ നന്നാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി സെറ്റ് കണ്ടോ, എത്ര അടിപൊളിയായിട്ട് വന്നു കണ്ടോ. ഇത് കറക്റ്റാണ്, ഉപയോഗിച്ചിട്ട് കറക്റ്റ് സെൻറ്റൻസ് കാര്യങ്ങൾ കണ്ടോ. അറ്റ് ഷോപ്പ് ഫോർ ലൈഫ് ബ്രിങ് സലൂൺ റിസൾട്ട്സ് ടു യുവർ ലൈഫ് സ്റ്റൈൽ. ദിസ് മിനി സ്ട്രെയിറ്റ്നർ ബ്രഷ് കീപ്സ് യു ഹെയർ ഫ്ലോലെസ് wherever life takes you. Achieve flawless hair no matter where you are with convenient and efficient mini straightener brush from Shop for Life. Experience the salon quality results you love with our mini straightener brush, designed to keep your hair flawless no matter where your life takes you. അടിപൊളിയായിട്ട് സെറ്റപ്പായി. ഇനി അടുത്ത നമ്മൾ പറയാൻ പോണത്, ഇത് വീണ്ടും സേവ് ചെയ്യാൻ മറക്കരുത്, ഞാൻ പറഞ്ഞ പോലെ സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ പോകാൻ പോണത് ഫീച്ചേഴ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ബാക്കി ഇപ്പം 5 ആഡ് ചെയ്തു, ബാക്കി അല്ലാത്ത കുറേ ഇമേജസിൽ അതൊക്കെ ജിഫ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഒരു ഫസ്റ്റ് ഏതാ സാധനം നോക്കിയേക്കുക, ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഫസ്റ്റ് ഫീച്ചർ. അതേപോലെ ടൈറ്റിൽ മാത്രം കോപ്പി ചെയ്യുക, കാരണം അതിൽ ഡിസ്ക്രിപ്ഷൻ വേറെ ടൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ സാധനം ടൈറ്റിൽ മാത്രം കോപ്പി ചെയ്യുക, ഇതിലേക്ക് വരിക, ഈ സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഇതിൽ പോയിട്ട് പേസ്റ്റ് അടിക്കുക കേട്ടോ. ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നു. ഇനി ബാക്കിലേക്ക് വരിക, വീണ്ടും മറ്റേടത്തേക്ക് പോവുക, ഈ കണ്ടൻറ്റ് മാത്രം കോപ്പി ചെയ്യുക, ഇതിലേക്ക് വരിക, ഈ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഭയങ്കര ചെറുതായി, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കൊന്ന് എക്സ്പെൻഡ്, ഓക്കെ, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഇനി ഇത് ക്ലിക്ക് ചെയ്യുക, എക്സ്റ്റെൻഡ് അടിക്കാം. എക്സ്റ്റെൻഡ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് വന്നതിൻ്റെ പ്രശ്നമാണ്, അതും കാര്യങ്ങൾ കേട്ടോ. കുറച്ചും കൂടി ഇത്ര മതി, കുറച്ചും കൂടി ഷോർട്ടാക്കി വെക്കുക. ബൈ നൗ ബട്ടൺ, ഇതിലൊരു ബൈ നൗ ബട്ടൺ ഉണ്ടാവും, അത് നിങ്ങൾ കണക്ട് ചെയ്യണം, അതും കൂടി നിങ്ങൾക്ക് ചെയ്യാം. അത് കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും കേട്ടോ. ഇമേജ് വിത്ത് ടെക്സ്റ്റിൽ ഹെഡിങ് പോൾ മാറ്റി, ടെക്സ്റ്റ് മാറ്റി, ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ലിങ്കിക്കാണ് പോകേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ചെക്കൗട്ടിക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ഇല്ല, ഷോപ്പിൽ ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അതിൽ കുറേ കളക്ഷൻസ് പ്രൊഡക്റ്റ്, അപ്പോൾ അതിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പേജിക്ക് ഷോപ്പ് നമ്പർ അടിക്കുമ്പോൾ വീണ്ടും
പേജ് ലോഡായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് വരുന്ന തരത്തിൽ തന്നെ സെറ്റപ്പ് ചെയ്യാനേ ഇപ്പോൾ പറ്റുള്ളൂ. അതാണ് നന്നാവുക എൻ്റെ ഒരു സജഷൻ. അതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഗ്ലാംഫ്ലെക്സ് ക്ലിക്ക് ചെയ്യുക, സേവ് അടിക്കുക. ഇതേപോലെ ഈ ബാക്കിയുള്ളതും കൂടി അങ്ങനെ സെറ്റപ്പ് ചെയ്യുക. ഇനി ഇമേജസ് ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം, അത് വിടണ്ട, ഞാൻ പറഞ്ഞുതരാം, ബേജാറാവണ്ട. അടുത്ത ബാക്കിയുള്ള 3 ഫീച്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പോകട്ടെ. ഞാൻ ബാക്കി 3 ഫീച്ചേഴ്സ് കോപ്പി ചെയ്യാൻ പോണേ. ടെമ്പറേച്ചർ സെറ്റിങ്സ് ഇവിടെ വരുന്നു, സ്റ്റോറിക്ക് വരുന്നു. എനിക്കിതാണ് കുറച്ചും കൂടി സൂട്ടബിൾ. കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് മറ്റേടത്ത് പോയിട്ട് എടുക്കണേക്കാട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം അവിടെ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണോ. അതിന് ഡിസ്ക്രിപ്ഷൻ വരാം, അത് കോപ്പി ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കുറച്ചും കൂടി ഷോർട്ട്, കുറച്ചും കൂടി വലുതാക്കിയിട്ട് വരും. കുറച്ചും കൂടി ഇതാക്കിയിട്ട് എടുക്കുക, അടുത്തേക്ക് പോവുക. അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് ഷോപ്പിഫൈ, വീണ്ടും നമ്മുടെ ചാറ്റ് ജിപിടിക്ക് വരിക, അടുത്ത സാധനം എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അടുത്ത ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കോപ്പിയാണ് ചെയ്ത് ഒന്നുകൂടി കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തേക്ക് വീണ്ടും പോവുക, വീണ്ടും അടുത്ത സാധനം എടുക്കുക, അത് കോപ്പി ചെയ്യുക, മെയിൻ ക്യാപ്ഷൻ കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇത് കുറച്ച് സിമ്പിൾ പ്രോസസ്സാണ്. ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ടായിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോന്ന് വീണ്ടും റിപ്പീറ്റേഷൻ. ഒന്നുകൂടി വരിക, പേസ്റ്റ് ചെയ്യുക, അതേ ക്ലിക്ക് ചെയ്യുക, എക്സ്റ്റെൻഡ് അടിക്കുക. എക്സ്റ്റെൻഡ് അടിക്കുമ്പോൾ ലെങ്ത്ത് കൂട്ടുന്നുണ്ട്. ലെങ്ത്ത് കൂട്ടുന്നതിന് കുറച്ചും കൂടി നല്ല ഉപകാരമാണ്. നമുക്ക് കണ്ടൻറ്റ് കുറേ ഉള്ള പോലെ ഫീൽ ചെയ്യും. ഇനി ഷോപ്പ് നൗവിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ കണ്ടോ ഷോപ്പ് നൗ കണ്ടോ, ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഷോപ്പ് നൗ ക്ലിക്ക് ചെയ്യപ്പോൾ ഒന്നിക്കും പോയത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട, അതിൽ ഇവിടേക്ക് വരുന്നതാണ് കുറച്ചും നന്നാവുക. അടുത്ത മൾട്ടി കോളംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ഉണ്ടാവണം, ബട്ടൺ ലിങ്ക് ഉണ്ടാവും. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യുക, ഗ്ലാംഫ്ലെക്സ് കണക്ട് ചെയ്യുക, സേവ് അടിക്കുക. ഇതേപോലെ അടുത്ത ലാസ്റ്റ് ബെനിഫിറ്റ് ഇവിടെയും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് ബെനിഫിറ്റ് എന്തായിരുന്നു? ലാസ്റ്റ് ബെനിഫിറ്റ് എന്താ? മിനി സ്ലീക്ക് ആൻഡ് കോമ്പാക്റ്റ് പറഞ്ഞ സാധനമാണ്. അത് കോപ്പി ചെയ്യുക, ഇതിൽ വരിക, പേസ്റ്റ് ചെയ്യുക, ബാക്ക് അടിക്കുക. ഇനി ക്യാപ്ഷനും കൂടി വേണം. ക്യാപ്ഷനും കൂടി വേണം. സ്ലിപ്പ് ഇൻ ടു പേഴ്സിലേക്ക് ബാഗ് എടുക്കുക, ക്യാപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും. ആ ലെങ്ത്ത് അനുസരിച്ചിട്ട് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കി എടുക്കുക. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഷോപ്പിൻ്റെ ഔന്ന പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് മാറ്റിയിട്ട് നമ്മുടെ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിരുന്ന ആ ഒരു ഗ്ലാംഫ്ലെക്സ് എന്ന പ്രൊഡക്റ്റ് ആക്കുക, സേവ് അടിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി. ഇനി ഇമേജസ് നമ്മൾ നേരത്തെ പോലെ ഉണ്ടാക്കല്ലോ, ആ ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുക ഇമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ബേസ്ഡ് ഇമേജ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജിഫോ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ എടുക്കുക, ഇമേജ് എടുക്കുക. ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഇമേജ് ക്ലിക്ക് ആകണം. ഇവിടെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യാനുള്ളത്. അവിടെ ഞാൻ പോവുക, അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജിഫാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ജിഫ് ഞാൻ ഇവിടെ നല്ലൊരു ജിഫ് ഞാൻ കണ്ടു ചെയ്യുന്നു. ഞാൻ ഡൗൺലോഡ് വെച്ചിരുന്നത് പോയോ? ഐ തിങ്ക് ഇത് തന്നെയായിരുന്നു. ഈ ഒരു ജിഫാണ് ഞാൻ ഇടാൻ പോണത് കേട്ടോ. കേട്ടോ, ഈ ഒരു ജിഫ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ജിഫ് ഇവിടെ വരുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ. ഇതേപോലെ നിങ്ങൾ ജിഫ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നാവും. കണ്ടോ, ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ, അടിപൊളിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വെബ്സൈറ്റ് പണി കഴിയാറായി. പ്രൊഡക്റ്റ് പേജ് സെറ്റാൽ മതി. ഇവിടെ നമുക്ക് ഇമേജ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ കുറേ ഇമേജ് വന്നാലും ബോറാണ്. അപ്പോൾ ഫീച്ചേഴ്സ് മാത്രം കാണിക്കുക. അടുത്തേക്ക് വീണ്ടും അതേപോലെ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ജിഫ് ആഡ് ചെയ്യാൻ പോണ് ഞാൻ ജിഫ് ആഡ് ചെയ്യാൻ പോണ്. ഇതായിരിക്കും കുറച്ചും കൂടി ജിഫ് തന്നെ. ഇതാണ് കുറച്ചും കൂടി നന്നാവുക. ആഡ് ചെയ്യാൻ പോണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇല്ല, ഇനി നമ്മുടെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അടാ, അവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെറിയൊരു ഷോപ്പിഫൈൻ്റെ പ്രശ്നമാണോ സംശയമില്ല, വെബിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണോ മനസ്സിലായില്ല. ചെറിയൊരു ഹാങ് അല്ലെങ്കിൽ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഏകദേശം സെറ്റ് കണ്ടോ, ഇവിടെ സെറ്റായി. ഇവിടെ ഇമേജേ ആയിട്ടില്ല, വീഡിയോ ആയിട്ട് വന്നിട്ടില്ല, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ലോഡിങ് കാണിക്കേ, നെറ്റിൻ്റെ സ്ലോ ആണോ സംശയം എനിക്ക്. ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ അത് റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നല്ലൊരു ഇമേജ് സപ്പാൻ പോവാണ്. ഇമേജസ് സപ്പ് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇമേജ് സപ്പാൻ പോകും. എക്സാമ്പിൾ ഒന്നുമില്ല, ബീച്ചിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ട് പരിപാടി പാർട്ടി കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് വെച്ചാൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അതായത് പുറത്തൊന്നും വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഒരു ബീച്ച് ആംബിയൻസിൽ നിൽക്കുന്ന ഒരു വുമണിനെ ഒരു ഇമേജ് കിട്ടിയാൽ കുറച്ചും കൂടി നന്നാവൂലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചാറ്റ് ജിപിടി വെച്ച് തന്നെ ഇപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഷട്ടർ സ്റ്റോക്കോ അല്ലെങ്കിൽ ഫ്രീ പിക്കിങ്ങനെ പോകാം. ഫ്രീ പിക്കാണ് ഏറ്റവും കുറച്ചും കൂടി എല്ലാവർക്കും സൂട്ടബിൾ, ഫ്രീ ആയിട്ട് ഇമേജ് കിട്ടുന്നത്. ഫ്രീ പിക്ക് പോവുക. അപ്പോൾ
ബീച്ച് വുമൺ ഇൻ എ ബീച്ച് എന്ന് പറഞ്ഞൊരു ഇമേജ്, ജസ്റ്റ് ഒരു ഇമേജ്, അത് കണക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു നമുക്ക് വേണ്ട സ്റ്റൈൽ എന്ന് പറയുന്നത്, ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കണം കേട്ടോ. ഹൊറിസോണ്ടൽ ഓറിയൻറ്റേഷൻ ആയിരിക്കണം. നല്ലൊരു അതിൽ അത് പിന്നെ ലൈസൻസ് ഫ്രീയും കൂടി നോക്കണം കേട്ടോ. ഇതിൽ സാധനമൊക്കെ ഒരു തീമൊക്കെ മാറിയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഫ്രീ വേർഷനും കൂടി ഈ ഒരു സാധനം കൊള്ളാം. ഈ ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എടുക്കാം, ഡൗൺലോഡ് അടിക്കാം. ഫ്രീ വേർഷൻസ് മാക്സിമം ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡായി 2 വട്ടം ഡൗൺലോഡ് അത് കാര്യമില്ല. അടുത്ത എന്താ വെച്ചാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചായിരുന്നു കമ്മ്യൂട്ട് ടച്ചപ്സ്, റണ്ണിങ് ലൈറ്റ് നോ പ്രോബ്ലം സ്റ്റൈൽ. അതായത് വർക്കിംഗ് സ്പീഡ്, വുമൺ ലേറ്റ് ഫോർ വർക്ക്, അങ്ങനത്തെ ഒരു ഇമേജ് കൂടി നോക്കാം. ഉണ്ടോ? ഈ ഒരു കോമ്പൊക്കെ ഭയങ്കര മോശമായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്. അങ്ങനത്തെ ടൈപ്പിലുള്ള ഇമേജസ് കിട്ടിയാൽ കുറച്ചുകൂടി നന്നാവും. വർക്കിന് ലേറ്റായ ആൾക്കാർ കണ്ടോ, ഇത് കൊള്ളാം, നല്ല മുടി നല്ല സ്ട്രെയിറ്റ് ആയിരുന്നുണ്ട്. ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോർ സെറ്റായി തോന്നുന്നു. ഒന്നുകൂടി റീലോഡ് ചെയ്തൊക്കെ എന്തോ ഇപ്പോൾ നെറ്റിൻ്റെ ഇപ്പോൾ പ്രശ്നം എപ്പോഴും വീണ്ടും വന്നിട്ട് റെഡിയായി തോന്നുന്നു എനിക്ക്. ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പായി, ഇനി ആ ഒരു സാധനം കൂടി സെറ്റാക്കാനേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് പേജിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഫോമും കൂടി ആഡ് ചെയ്യാണ്ട്, അത് സെറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. പിന്നെ റിവ്യൂവിൻ്റെ കാര്യം കൂടി നമുക്ക് സെറ്റപ്പ്. അപ്പോൾ ഞാൻ അതിനാണ് ഒന്നുകൂടി പറയുന്നത്, ആമസോണിൽ പോവുക, നമ്മൾ പ്രൊഡക്റ്റ് സേവ് ആക്കേണ്ട, അതിൽ തന്നെ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ സാധനം വേറെ ആരെങ്കിലും റിവ്യൂ ചെയ്യുന്ന വെച്ചിട്ട് ഇതേ സാധനം എന്ന് വെച്ചിട്ട് ആമസോണിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ടൈപ്പ് പ്രൊഡക്ട്സ് കുറേ കിട്ടും നമുക്ക് സിമിലർ ആയിട്ട്. കണ്ടോ, അതിലുണ്ട്. അതിൽ റിവ്യൂസ് കുറേ പേര് റിവ്യൂ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് പേര് റിവ്യൂ ചെയ്യുന്നത്, അത് എടുക്കുക. റിവ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം എടുക്കുക. റിവ്യൂസ് നിന്ന് കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ മാത്രം പോയിട്ട്. വലിയ റിവ്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റാണ് തോന്നുന്നു ഞാൻ, അപ്പോൾ അത് വലിയ സെല്ലായിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇതും കൂടി നിങ്ങൾക്കൊരു വെരിഫിക്കേഷനാണ്. കാരണം പ്രൊഡക്റ്റ് വലിയ റിവ്യൂ ഇല്ലെങ്കിൽ അതിനർത്ഥം അത്രയ്ക്ക് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യമാണ്. അത് ആമസോണിൽ എന്ത് വന്നാലും ആൾക്കാർ പോയി വാങ്ങണ ടൈപ്പാണ്. അപ്പോൾ ആമസോണിൽ റിവ്യൂ കുറവാണ്, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രൊഡക്റ്റിന് വലിയ സ്കോപ്പില്ല എന്നാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് സെറ്റപ്പിന് വേണ്ടിയിട്ട് മാത്രം കണ്ടോ, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടോ ഇതിൻ്റെ നല്ല റിവ്യൂ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ, ഇപ്പം തന്നെ ഇതിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയുടെ ലെവൽ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ആവുകയുള്ളൂ. ഇത് കൊള്ളാം. ഓപ്പൺ ഇമേജിൻ്റെ ന്യൂ ടാബ് ചെയ്യുക. ഇത് റിവ്യൂവിൻ്റെ ഇമേജ്. ഈ റിവ്യൂ നോക്കാം കേട്ടോ. റിവ്യൂ ഇതിൽ പ്രൊട്ടക്ഷൻ പുവറാണെന്നൊക്കെയാണ് പറയണത്. അതൊന്നും കാര്യമാക്കണ്ട. നല്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടാതിരിക്കുകയാണ് പിന്നെയും ഭേദം. റിവ്യൂ നല്ല പ്രൊഡക്റ്റ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാത്രം റിവ്യൂ എടുക്കണം. ഇതൊന്ന് ഫോട്ടോ ഇതിൽ മെസ്സേജസ് ഒക്കെ വാങ്ങിച്ചാൽ കോപ്പി ചെയ്യട്ടോ. ആ സാധനം കാണാനില്ല. ഇങ്ങോട്ട് നോക്കട്ടെ. ഹെയർ സ്ട്രൈറ്റ്നർ കോംബോ ബ്രഷ്. ആമസോണിൽ എന്തെങ്കിലും കാണാനില്ല എന്നർത്ഥം ആ പ്രൊഡക്റ്റ് സെല്ലബിൾ അല്ല എന്ന് തന്നെയാണ്. അത് എനിക്ക് അങ്ങനെ നല്ലൊരു സംഭവമാണ് നമുക്ക് സജഷൻ കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ റിവ്യൂ പേജും കൂടി സെറ്റ് ആക്കുന്നുണ്ട് മാത്രം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണിച്ചാൽ 14 റിവ്യൂ ഉണ്ട്, നോക്കട്ടെ. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാനില്ല ആമസോണിൽ. അത് ആൾക്കാർ കൂടുതലും അത് വിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും വലിയ റിവ്യൂ ഇല്ല അതിൽ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സാധനം തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഒരു 3 ഇമേജസ് സെറ്റപ്പ് ആക്കണ്ടേ. 3 ഇമേജസ് മാത്രം. ഇതും കൊള്ളാം. 3 ഇമേജ്. ഈ ഇമേജും സേവ് ചെയ്യുക. ഇത് റിവ്യൂവിന് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഇമേജസാണ്. ആ ഇമേജസും R1 റിവ്യൂ 1, R2 റിവ്യൂ 2 എന്ന് പറഞ്ഞ ഇമേജ് സേവ് ആക്കുക. അടുത്തത് R3 പറഞ്ഞിട്ട് റിവ്യൂ 3 എന്ന് പറഞ്ഞ ഇമേജ് സെറ്റ് ആവുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ സെറ്റായി നോക്കട്ടെ. ഓക്കെ കേട്ടോ, ഇവിടെ സെറ്റായി കേട്ടോ. ഇവിടെ ജിഫ് സെറ്റായി, ഇവിടെ സെറ്റായി. നമ്മൾ ബാക്കി എല്ലാ ഭാഗവും സെറ്റായി. ഇനി എന്താ ചെയ്യാനുള്ളത്? ഈ ഒരു സെക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ സെക്ഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇതിലേക്ക് വരിക, ഇമേജ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വരാൻ പോകുന്നത് ബീച്ചിൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ഇമേജ് റീപ്പിക്കുന്നത്. ആ ഡൗൺലോഡ്സ് പോയിട്ട് ആ ഇമേജ് എടുക്കുക. ഞാൻ എവിടെയൊക്കെ ഡൗൺലോഡ് വെച്ച് ഓർമ്മയില്ല, ഡൗൺലോഡ്സിലേക്കാണ് പോയത് തോന്നുന്നു. അപ്പോൾ ആ ഇമേജാണ് നമ്മൾ അതെ ഈ സാധനം. ആ ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ വേറെ കാര്യം ചെയ്യണം. ഞാനിപ്പോൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തത്. ഇത് നിങ്ങൾ ചെയ്യുന്ന വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, JPG ടു വെബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അങ്ങനത്തെ വെബ് കൺവേർട്ടർ ഉണ്ട്. ആ വെബ് കൺവേർട്ടറിൽ പോയിട്ട് ഈ സാധനം സൈസ് കുറക്കേണ്ടി വരും. വെബ്സൈറ്റ് ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കില്ലെങ്കിൽ. അപ്പോൾ JPG ടു വെബ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ സൈറ്റിൽ പോയിട്ട് ഇമേജ് പ്രൊഡക്റ്റ് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് അത് വെബ് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ സാധനം ആയിരിക്കണം നിങ്ങൾ
വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ ഇതിൽ ഇമേജ് ഇട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ കൊണ്ടുപോയിടേണ്ടത് ആ വെബ് ഫോർമാറ്റാണ്. അപ്പോൾ നമ്മളിവിടെ അതെന്താ വെച്ചാൽ സൈസ് കുറയ്ക്കും, പേജ് ലോഡിങ് സ്പീഡ് കൂടും. അത് നിങ്ങളുടെ വെബ്സൈറ്റ് ആൾക്കാർ വന്നിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ലോഡായി വരണമെങ്കിൽ ഇങ്ങനത്തെ ഇമേജസിനൊക്കെ ക്വാളിറ്റി സൈസ് ഭയങ്കര കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജ് ഇട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ മെയിൻ ക്യാപ്ഷൻ നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ബീച്ച് ടു ഡിന്നർ റെഡി. അപ്പോൾ അത് നേരെ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അതേപോലെ സബ് ക്യാപ്ഷനും ഉണ്ട്, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത ക്യാപ്ഷൻ സെൻറ്റൻസും ഉണ്ട്, അതും ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഷോപ്പ് നൗവിൻ്റെ അടിയിൽ ഷോപ്പ് നൗവിൻ്റെ ബട്ടൺ ഉണ്ട്, അത് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ തന്നെ വരുന്ന തരത്തിൽ സെറ്റപ്പ് ചെയ്തിട്ട് സേവ് അടിക്കുക. പക്ഷേ പണി കഴിഞ്ഞില്ല. കാരണം പറഞ്ഞാൽ സ്ലൈഡ് 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സ്ലൈഡ് 2 ഇവിടെ അടിയിൽ കാണാം. സ്ലൈഡ് 1ൻ്റെ അടിയിൽ സ്ലൈഡ് 2 കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സാധനം, എന്താണ് ലേറ്റ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ കേട്ടോ. യെസ്, ഇതും ഇതേപോലെ വെപ്പിയാക്കണം. JPG ഫോർമാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സൈസ് ഭയങ്കര ഓവറാണ്. ഫ്രീപ്പിക്കുന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് നല്ല സൈസിലുണ്ടാവും. അപ്പോൾ ആ സൈസ് കുറച്ചിട്ട് വേണം വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സജഷന് വേണ്ടിയാണ്. അത് നിങ്ങൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇമേജ് വന്നു. ആ ഇമേജിന് മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് ക്യാപ്ഷൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ടൈറ്റിൽ എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തതിൽ പോവുക, അടുത്ത സബ് ക്യാപ്ഷൻ എടുക്കുക, അത് ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഷോപ്പ് നൗവിൻ്റെ അടിയിൽ വന്നിട്ട് ബട്ടൺസ് ഉണ്ടാവും, അതിൽ പ്രൊഡക്റ്റ് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആക്കുക, സേവ് അടിക്കുക. ഇനി ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്താ അറിയോ, നമ്മുടെ റിവ്യൂസ് 3-4 റിവ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആൾക്കാർക്ക് ഒരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്യും. പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാരാണ് റിവ്യൂ എഴുതുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ റിവ്യൂ സ്ലൈഡർ എന്ന സാധനം ഉണ്ട്, അതിൽ 1, 2, 3 എണ്ണം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിവ്യൂ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഉണ്ട്, ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ 3 സജസ്റ്റ് ചെയ്യാം. കുറച്ച് 3-4 മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇത് വന്നു കഴിഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, 3 മതി. അപ്പോൾ ഫസ്റ്റ് റിവ്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സാധനം കണ്ടോ, റിവ്യൂവിൽ SS ഗാലറിയിലാണ് പോകേണ്ടത്. സോറി മാറിപ്പോയി. SS ഗാലറി റിവ്യൂ സ്ലൈഡറിലല്ല പോകേണ്ടത്, SS ഗാലറിയിലാണ് പോകേണ്ടത്. അതിൽ കാർഡ്സ് ഉണ്ടാവും, ആ കാർഡ്സാണ് എക്സ്ട്രാ സ്വൈപ്പ് ചെയ്യേണ്ടത്. ഇത് കൺഫ്യൂഷൻ ആക്കേണ്ടത്, റിവ്യൂ സ്ലൈഡർ എന്ന് പറഞ്ഞ സാധനം കൺഫ്യൂഷൻ ആക്കേണ്ടത്, ഇത് ആവശ്യമില്ല. ഓക്കെ, ഇത് ഞാൻ ഓഫാക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ SS ഗാലറി പോവുക, ഫസ്റ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡൗൺലോഡ് വെച്ചാൽ റിവ്യൂ ഇമേജ് വന്ന് കൊടുക്കുക. അതിന് വീണ്ടും നമ്മുടെ സാധനത്തേക്ക് പോകുന്നുണ്ട്. റിവ്യൂ ഇമേജ് 1 വന്ന സാധനം കൊടുത്തിട്ടുണ്ട്, ആ ഇമേജ് പ്ലേസ് ചെയ്യുക. ഇനി നേരെ ആമസോണിലേക്ക് തിരിച്ച് വരിക. ആമസോണിൽ നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടോ, എക്സലൻറ്റ് പ്രൊഡക്റ്റ്, എക്സലൻറ്റ് പറഞ്ഞിട്ട് ആ സാധനം കോപ്പി ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജിൽ ആണോ ഫസ്റ്റ് റിവ്യൂവിൽ ആ ഇമേജ് വന്നു, പ്രൊഡക്റ്റിൻ്റെ ഇമേജ് വന്നു. അവിടെ പോയിട്ട് എക്സലൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതേപോലെ അതിൻ്റെ റിവ്യൂ കോപ്പി ചെയ്യുക. ആരാണെന്നൊന്നും നോക്കണ്ട, ആ റിവ്യൂ ജസ്റ്റ് ആണ് കോപ്പി ചെയ്യുക. എവിടെ പറയുക, ലവ് ദിസ് ഗെയിം ചേഞ്ചിങ്, ആ സാധനം നേരെ കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് അടിക്കുക. ഫസ്റ്റ് റിവ്യൂ റെഡിയായി, സേവ് അടിക്കുക. ഇനി അതേപോലെ അടുത്ത ഇമേജ് സെറ്റാക്കുക. അടുത്ത ഇതിൽ ക്ലിക്ക് ചെയ്യുക, സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക, അടുത്ത സ്ലൈഡ് കാർഡ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഇമേജ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ റിവ്യൂ 2 എന്ന് പറഞ്ഞ ഇമേജ് സെലക്ട് ചെയ്യുക, അതാവും കുറച്ചുകൂടി നന്നാവുക. അതിനാണ് 3 റിവ്യൂ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞത്. വീണ്ടും ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൺ അടിക്കുക. ഓക്കെ, ഇനി ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിഞ്ഞാൽ ആ ഇമേജും സെക്കൻഡ് ഇതിലേക്ക് വരും. ഇനി വെരി യൂസ്ഫുൾ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെ കടന്നോട്ടെ, ഞാൻ കുറച്ചും കൂടി കൊള്ളാം. അപ്പോൾ വേറെ നല്ല റിവ്യൂ പറയണത് ഇറ്റ്സ് അഫോർഡബിൾ ആൻഡ് സ്മോൾ ഇൻ സൈസ് ആൻഡ് എക്കോണമിക് ലെഗ്സ് ആൻഡ് ഹാൻഡ്. ഈ ചെറിയ സാധനമാണ് കോപ്പി അടിക്കുക. അഫോർഡബിൾ ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി, അത് നല്ലൊരു ക്യാപ്ഷൻ കേട്ടോ. അതാക്കുന്ന ഈ സാധനം ഇതിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ മെയിൻ ക്യാപ്ഷൻ എടുക്കുക, ഇറ്റ്സ് അഫോർഡബിൾ ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി. അത് നല്ലൊരു സംഭവമാണ്. റിവ്യൂ നോക്കിയാൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് റൺ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇതൊന്നും വേണ്ട കേട്ടോ, അഫോർഡബിൾ ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി മാത്രം നോക്കുക കേട്ടോ, അത് അടിപൊളി. അടുത്ത റിവ്യൂവും റെഡിയായി. ഇനി 3ാമത്തെ റിവ്യൂ എടുക്കുക, 3ാമത്തെ കാർഡ് എടുക്കുക. അതിൽ നമ്മൾ 3ാമത്തെ ഇമേജ് വീണ്ടും ആഡ് ചെയ്യാം. നമ്മൾ ആ റിവ്യൂ 3 എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് സേവ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഇമേജും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും റിവ്യൂസിലേക്ക് പോയിട്ട് മസ്റ്റ് ബൈറ്റ് അത്ര കുറച്ചും ക്യാപ്ഷൻ ഉണ്ട്, ബെസ്റ്റ് ക്വാളിറ്റി കേട്ടോ. ഈ സാധനം കോപ്പി ചെയ്യാം. ഇത് ഇമേജ് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് അടിക്കുക. അതിൻ്റെ അടിയിലുള്ള ക്യാപ്ഷൻ വീണ്ടും കോപ്പി ചെയ്യുക. ഓവറാൾ ദി സ്ട്രേറ്റ് കോമിസ്, ആ സാധനം മൊത്തത്തിലാണ് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് അതിൽ പേസ്റ്റ് ചെയ്യുക, സേവ് അടിക്കുക. നമ്മുടെ റിവ്യൂ പേജും സെറ്റാക്കി. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടോ. ക്ലാം ഫ്ലെക്സ് കണ്ടോ, ഇമേജ് എടുത്തു, സ്വൈപ്സ് ഉണ്ട്, ഇതിൽ സ്വൈപ്സ് ഉണ്ട്,
മെയിൻ ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. ഹീറോ സെക്ഷൻ ഉണ്ട്, ഒരു ജിഫ് വിത്ത് ഫസ്റ്റ് ഫീച്ചർ കൊടുത്തു, പിന്നെ 3 ഫീച്ചേഴ്സ് എക്സ്ട്രാ കൊടുത്തു, 4ാമത്തെ ഫീച്ചർ വിത്ത് അടുത്ത ജിഫ് കൊടുത്തു, പിന്നെ 2 യൂസ് കേസസ് കൊടുത്തു, പിന്നെ റിവ്യൂസും കൊടുത്തു. നമ്മുടെ പേജ് സെറ്റായി. പിന്നെ ഇത് ലാസ്റ്റ് കൊടുത്തു വെച്ചാൽ ഇതൊക്കെ ആൾറെഡി നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരിക്കും. സജഷൻസ് പറഞ്ഞിട്ട് ഇവിടെ സാധനം വരും, അതിൽ ബാക്കിയുള്ള പ്രൊഡക്ട്സ് കാണിക്കും. പിന്നെ നിങ്ങളുടെ പോളിസീസ്, ഫ്രീ ഷിപ്പിംഗ് ആണ്, ബെസ്റ്റ് പ്രൈസാണ്, എക്സ്ചേഞ്ച് ഉണ്ട്, 5 ദിവസത്തിനുള്ള റിട്ടേൺ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിട്ടേൺ വെച്ച് ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. റേറ്റഡ് 4.7 എന്ന് പറഞ്ഞ സാധനം കൊടുത്തു. 4.9 ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൺലൈനിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ലിമിറ്റഡ് പീരീഡ് ഓഫറാണെന്നുള്ള സാധനം കൊടുത്തു കഴിഞ്ഞു. ഇത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഓഫർ, എന്തൊക്കെ നമ്മുടെ മെയിൻ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മൊത്തത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് കവർ ചെയ്യാനുള്ള ഭാഗങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അതായത് ആഡ് റൺ ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വേണ്ടത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിക്ക് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഇന്ത്യയിൽ മെയിൻ സാധനം. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കളക്ട് ചെയ്യാൻ പറ്റിയ തരത്തിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പും കൂടി ആയിരിക്കും അടുത്ത വീഡിയോയിൽ പറയുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമെങ്കിൽ താഴെ അതിനെക്കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വേറെ തീമിൽ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് സജഷൻ പോലെ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ വേറെ വീഡിയോ പോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഷോപ്പിഫൈ ആയിട്ട് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ്, എൻ്റെ തരത്തിലായുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു സീരീസ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഈ ഒരു ചാനലിലും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.